കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ ജ്വലിക്കുന്ന ഓർമ്മയാണ് മന്നത്ത് പത്മനാഭൻ. ആധുനിക കേരളത്തിന്റെ വളർച്ചയിൽ മന്നത്തിന്റെ പങ്ക് വളരെ വലുതാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് ഇന്ന് 56 വയസ്സാണ്. കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാന ചരിത്രത്തിൽ ഓർമ്മയുടെ ഒരു നിശബ്ദ ദിനം. ഒരു വ്യക്തിയുടെ ചരമദിനം എന്നതിലുപരി ഒരു പ്രസ്ഥാനത്തിന്റെ ആത്മാവിനെ വീണ്ടും വിളിച്ചുണർത്തുന്ന ദിവസം. സാമൂഹിക സംഘടനാ ശക്തിക്ക് രൂപം നൽകിയ മഹാനായ മന്നത്ത് പത്മനാഭനെ ഇന്ന് കേരളം അനുസ്മരിക്കുന്നു. 1970 ഫെബ്രുവരി 25 അദ്ദേഹം കാലയവനികയ്ക്കു പിന്നിൽ മറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ ചിന്തയും ചൈതന്യവും ഇന്നും സമൂഹത്തിൽ സ്പന്ദിക്കുന്നു. 1878 ജനുവരി 2 ജനിച്ച മന്നം ഒരു വ്യക്തിയായിട്ടല്ല, ഒരു ദർശനമായിട്ടാണ് വളർന്നത്. വിദ്യാഭ്യാസം, സംഘടന, സാമൂഹിക ആത്മാഭിമാനം ഇവയെ മൂല്യങ്ങളാക്കി മാറ്റിയ നേതാവ്. 1912 കേരളീയ നായർ സമാജം രൂപീകരിച്ച അദ്ദേഹം 1914 നായർ ഭൃത്യ ജനസംഘവും രൂപീകരിച്ചു. തുടർന്ന് 1915 അതിനെ നായർ സർവീസ് സൊസൈറ്റിയായി പുനർനാമകരണം ചെയ്ത് സാമൂഹിക സംഘടനയ്ക്ക് ശക്തമായ അടിത്തറ പാകുകയായിരുന്നു. ഇന്ന് വിദ്യാഭ്യാസ, സാമൂഹിക മേഖലകളിൽ നിർണായക സാന്നിധ്യമായി നിൽക്കുന്ന ഈ സംഘടനയുടെ പിന്നിൽ അദ്ദേഹത്തിന്റെ ദീർഘദർശിത്വവുമുണ്ട്. സാമുദായിക സമത്വത്തിനായുള്ള പോരാട്ടങ്ങളിലും മന്നത്തിന്റെ പങ്ക് ചരിത്രപരമാണ്. 1924 വൈക്കം സത്യാഗ്രഹ സമയത്ത് അവർണർക്കൊപ്പം നിന്ന് പദയാത്ര നയിച്ച നേതാവ്. 1931 ഗുരുവായൂർ സത്യാഗ്രഹം വഴി ക്ഷേത്രപ്രവേശന സമരങ്ങൾക്ക് കരുത്തു നൽകിയ ദൃഢനിശ്ചയമുള്ള സാമൂഹിക പരിഷ്കർത്താവ്. സമത്വത്തിന്റെ വഴിയിൽ അദ്ദേഹം എടുത്ത ഓരോ ചുവടും കേരളത്തിന്റെ സാമൂഹിക ചരിത്രത്തിൽ മായാത്ത രേഖയായി മാറി. സ്വാതന്ത്ര്യാനന്തര കാലത്ത് രാഷ്ട്രീയ രംഗത്തും അദ്ദേഹം സജീവമായിരുന്നു. ദേശീയ പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുകയും തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. വിമോചന സമരത്തിൽ നിർണായക നേതൃത്വം നൽകിയ അദ്ദേഹം വിദ്യാഭ്യാസ വ്യാപനത്തിനായി 1960 NSS എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിച്ചു. സമൂഹ മുന്നേറ്റത്തിനുള്ള ദൗത്യബോധത്തിന്റെ തെളിവ് കൂടിയാണിത്. 1966 പത്മഭൂഷൺ പുരസ്കാരവും അദ്ദേഹത്തിനെ തേടിയെത്തി. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്ന വിശേഷണം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് സമൂഹം നൽകിയ അംഗീകാരമാണ്. മന്നത്തിന്റെ സംഭാവനകൾ പരിഗണിച്ച രാഷ്ട്രപതി ഭാരത കേസരി ബഹുമതി നൽകി അദ്ദേഹത്തിനെ ആദരിച്ചു. ചരിത്രം ചിലരെ മാത്രം ഓർക്കുന്നില്ല, ചരിത്രം ചിലരെ മാത്രം ജീവിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. സമൂഹം സ്വയം ഉയരാൻ സംഘടിതമാകണമെന്ന സന്ദേശം നൽകിയ മഹാനായ നേതാവിന്റെ സ്മരണ ദിനം. കാലം കടന്നുപോയിട്ടും മന്നത്ത് പത്മനാഭന്റെ ചിന്തകൾ ഇന്നും പ്രസക്തമാണ്. അവസാനം ഒരു മനുഷ്യൻ തന്റെ സമൂഹത്തിനായി ജീവിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം കാലപരിധികൾക്കപ്പുറം നിലനിൽക്കുമെന്നതിന്റെ തെളിവുകൂടിയാണ് മന്നത്ത് പത്മനാഭൻ. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.